ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പിള്ളേരുടെ സ്കൂളൊക്കെ തുടങ്ങുന്നല്ലേ, എല്ലാ ദിവസവും സ്നാക്സ് കൊണ്ടുകൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാലോ എന്നാലോചിച്ചത്. പെട്ടെന്ന് തന്നെ ഉച്ചത്തേക്കുള്ള കറികളെല്ലാം തയ്യാറാക്കി. വെണ്ടയ്ക്ക തക്കാളി മപ്പാസ്, ഇടിയിറച്ചി ഒലത്തിയത്, അതുപോലെ ബീട്രൂട്ട് തോരൻ. അത്രയുമാണ് ഇന്നത്തെ കറികൾ. ആദ്യം അച്ചപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് മാവ് തയ്യാറാക്കി ശേഷം അച്ചപ്പത്തിൻ്റെ അച്ച് കുറച്ച് നേരം എണ്ണയിൽ മുക്കി വെച്ചു. പിന്നീട് ഓരോന്നായി മാവിൽ മുക്കി അച്ചപ്പം ഉണ്ടാക്കി. അച്ചിൽ നിന്ന് എളുപ്പത്തിൽ അച്ചപ്പം വിട്ടുപോരുന്നുണ്ടായിരുന്നു. പിള്ളേർ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ചായയുടെ കൂടെ അച്ചപ്പം കഴിക്കാനും നല്ല ഇഷ്ടമാണ്. ഈ ഒരു സെറ്റ് ഉണ്ടാക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ച് അടുത്ത സെറ്റും അച്ചപ്പം ഉണ്ടാക്കി. അങ്ങനെ അച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം ഞാൻ മാവ് തയ്യാറാക്കിയിരുന്നു. ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് എണ്ണയും ഒപ്പം മാവും ഒഴിച്ച് 2 സൈഡും നന്നായി വേവിച്ചെടുത്തു. മൊരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഓരോന്നും എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു. ഉണ്ണിയപ്പം ഞാനൊരു 4 സെറ്റോളം ഉണ്ടാക്കി. ഈ ഒരു സെറ്റ് മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഉണ്ണിയപ്പം തയ്യാറായി. ഉണ്ണിയപ്പം എല്ലാം ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് ചക്ക വറുത്തതാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ പച്ചച്ചക്ക കൊണ്ടുവന്നായിരുന്നു. അത് ഞാൻ നീളത്തിലരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ചക്കയിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ്. നന്നായി മൊരിഞ്ഞ് അതിൻ്റെ സൗണ്ടെല്ലാം ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉപ്പും വെള്ളവും കൂടി കലക്കി വെച്ചിരിക്കുന്ന ഉപ്പുനീര് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ചിപ്സാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞ് പിള്ളേരും ഇടയ്ക്ക് ഓരോന്ന് കുറിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചക്കയുടെ സൗണ്ടെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പുനീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ചിപ്സും തയ്യാറായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.